ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അഴീക്കലേക്കാണ് പോകുന്നത്. അഴീക്കൽ നമുക്ക് കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നിട്ട് പല വഴിക്കൂടെ പോകാമല്ലോ. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ അടുത്തുനിന്ന് പടിഞ്ഞാറോട്ട് പോകാം, ഒവ്വക്കാവിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകാം, ഓച്ചിറയിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ഒവ്വക്കാവിൽ നിന്ന് പടിഞ്ഞാറോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം വള്ളിക്കാവ് ജംഗ്ഷൻ എത്തിയിട്ട് അവിടുന്ന് ഉള്ളിലേക്ക് പോയാൽ അപ്പുറത്തെ ഓച്ചിറയിൽ നിന്ന് വരുന്ന റോഡിൽ ചെന്ന് കയറാം. അങ്ങനെ അതുവഴി നമുക്ക് സാൻസ് ബേ എന്ന റെസ്റ്റോറൻറ്റിലെത്താം. സാൻസ് ബേയിൽ ഞാൻ ഇതിനു മുമ്പ് 3 വട്ടം പോയി, പക്ഷെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ഫുഡ് 3 വട്ടം കഴിച്ചത് നല്ലതായിരുന്നു. 4ാമത്തെ ഈ പ്രാവശ്യവും നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വള്ളിക്കാവ് ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് റൈറ്റ് പോയാലും നമുക്ക് അവിടെ എത്താം, പക്ഷെ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയി റൈറ്റ് എടുക്കുകയാണ്. ആ വഴി അകത്തോട്ട് പോയാൽ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തും. ഒരിത്തിരി ട്രാഫിക്കിന്റെ പ്രശ്നങ്ങളുണ്ട്, റോഡ് വളരെ കൺജസ്റ്റഡ് ആണ്. പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സബാഷ് ഗൈസ്, നമ്മൾ പെട്ടു ഗൈസ്. അവിടെ റോഡ് പണി നടക്കുകയായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഒരു ഇത് വെച്ചുകൂടായിരുന്നു, റോഡ് പണി നടക്കുകയാണെന്നുള്ളത്. ഡീവിയേഷനോ അങ്ങനെ എന്തെങ്കിലും വെച്ചിരുന്നെങ്കിൽ അതറിയായിരുന്നു. അവരും ഇപ്പോഴാണെന്ന് തോന്നുന്നു അറിഞ്ഞത്. ഇനിയിപ്പോ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് അവിടുന്ന് റൈറ്റ് എടുത്തു. അങ്ങനെ നമ്മൾ ആലിപ്പീടികയിലെത്തി. നേരത്തെ വള്ളിക്കാവിൽ കണ്ട റോഡ് ബ്ലോക്ക്, അത് കഴിഞ്ഞ് കുറച്ച് വേറൊരു വഴി വന്നപ്പോൾ അവിടെയും ബ്ലോക്ക്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തൂടെ കയറി ചോങ്ങയിൽ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ അടുത്തൂടെ ഒരു വഴി കറങ്ങി വന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ ആയതിൻ്റെ ഒരു തിരക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നു. റോഡൊക്കെ നല്ല തിരക്കിലാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലെത്തി. പുറമെ നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടാണ്. പിന്നെ അഴീക്കലായിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. നമുക്കിത് ചുറ്റും ഒന്ന് നടന്ന് കാണാം. അവിടെ കുക്കിംഗ് ഏരിയ ആണ്, കിച്ചണാണ്. ലൈറ്റിങ്സ് ഒക്കെ ചെയ്തേക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതുവഴി ഇങ്ങനെ നടന്ന് ഇതിന്റെ ബാക്കിലോട്ടൊന്ന് പോകാം. അതായത് ഇവിടെ ഇരുന്ന് കഴിക്കാം. അപ്പുറത്ത് കടലാണ്. കടലരപ്പുന്ന സൗണ്ടും ആ കാറ്റും കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാം. പക്ഷെ നമ്മൾ അകത്താണ് ചൂസ് ചെയ്തത്. കാര്യം ഒന്ന് കാറ്റ് ഭയങ്കരമായിരുന്നു, അപ്പം ഓഡിയോ ക്ലിയർ ആവത്തില്ല എന്നുള്ള ഒരു ഫാക്ടർ വെച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് നേരെ അകത്തേക്ക് പോയി അകത്തെ കാഴ്ചകൾ കാണാം. പിന്നെ ഒന്ന് കാണാൻ പോകുന്നു. ചെമ്പല്ലി വേണോ കരിമീൻ വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഇത്തിരി വലുതാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ചെറുതുണ്ടാവേ. ആ, ഇപ്പൊ കൈ വെച്ച ഒരു ചെറിയ ചെറുതല്ലേ. കൂടുതലാ? ആ, അത് മതിയാ. ചെറുതല്ലേ നല്ലത്. നമ്മള് 2 പൊറോട്ട പറഞ്ഞു, ഒരു കപ്പ പറഞ്ഞു. നേരത്തെ കണ്ടില്ലേ ചെമ്പല്ലി, ചെറിയ ചെമ്പല്ലിയാണ്, വലിയ വെയിറ്റ് ഒന്നുമില്ല. കാര്യം നമ്മൾ 2 പേരേ ഉള്ളൂ, വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. ഒരു ചെമ്പല്ലി പറഞ്ഞു, ഒരു ബീഫ് റോസ്റ്റ് പറഞ്ഞു, പിന്നെ കൊഞ്ച് റോസ്റ്റും പ്രോൺസ് റോസ്റ്റും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരട്ടെ, ഒരു 15 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അതിനർത്ഥം ഫ്രഷ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ്. നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം മാത്രമേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്കിത് ഈ കടലിൻ്റെ അടുത്തൊന്ന് നടന്ന് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല അടിപൊളി കാറ്റ്, നല്ല അറ്റ്മോസ്ഫിയർ കൊള്ളാം. ലൈറ്റിങ്സ് ഒക്കെ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു വൈബ് തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം.
ഫുഡെല്ലാം എത്തിയിട്ടുണ്ട്. അതേ ചെമ്പല്ലി ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, കൊഞ്ച് റോസ്റ്റ് ഉണ്ട്, കപ്പയുണ്ട്, പൊറോട്ടയുണ്ട്. അപ്പം നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയിൽ നിന്ന് തന്നെ തുടങ്ങാം. പൊറോട്ടയ്ക്ക് എപ്പോഴും ഞാൻ പറയുന്ന തൊട്ട് കോമ്പിനേഷൻ ബീഫാണല്ലോ. നമുക്ക് ഈ പൊറോട്ടയും ബീഫും ഇവിടുത്തെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല ചൂട് പൊറോട്ടയാണ്, പൊറോട്ട കൊള്ളാം. ചെറിയ എല്ലുണ്ട് അതിനകത്ത്. ബീഫ് കൊള്ളാം, ശരിക്കും നാടൻ ടേസ്റ്റ്. അതിൽ കുറച്ച് പെപ്പറൊക്കെ അധികം ഉണ്ടെന്ന് നല്ലൊരു എരിവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ട്രൈ ചെയ്തോണ്ട്. കുറെ കാലമായിരുന്നു എനിക്ക് തോന്നുന്നു പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ചിട്ട്. നമ്മുടെ കുറച്ച് കപ്പയൊന്ന് കഴിച്ചു നോക്കാം. കപ്പ ശരിക്കും പറഞ്ഞ ഒരു വികാരം തന്നെയാണ്. പൊറോട്ട ബീഫ് കഴിഞ്ഞാൽ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് കപ്പ. കപ്പയുടെ കൂടെ നമ്മൾ കുറച്ച് കൊഞ്ച് റോസ്റ്റ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. പക്ഷെ കൊഞ്ച് റോസ്റ്റ് കുറെ ഉണ്ട് കേട്ടോ. കൊഞ്ച് റോസ്റ്റ് മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. കപ്പയും കൊഞ്ച് റോസ്റ്റ് കൂടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കൊള്ളാം കേട്ടോ. ഒത്തിരി വലിയ കൊഞ്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഈ വലിയ കൊച്ചിനെക്കാട്ടി എനിക്കിഷ്ടം ചെറിയ കൊഞ്ചാണ്. ചെറിയ കൊഞ്ചിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്, വലിയ നാരൻ കൊഞ്ചിന്റെ കൂട്ടല്ല. ഓക്കെ, നമുക്ക് അതും ഒന്ന് മാറ്റി വെക്കാം. നമ്മുടെ ചെമ്പല്ലിക്കുട്ടനെ ഇങ്ങോട്ട് എടുക്കാം. ഒരർത്ഥത്തിൽ പറഞ്ഞ ചെമ്പല്ലി ഇപ്പൊ പ്രണയിച്ചു തുടങ്ങി എന്നാണ് നമുക്ക് പറയാം. ഏത് സീ ഫുഡ് റെസ്റ്റോറന്റ് ഹോട്ടലിൽ ചെന്നാലും ചെമ്പല്ലി ഇല്ലാത്ത ഒരു ഹോട്ടലുണ്ടാവില്ല. ചെമ്പല്ലി, ഹമൂർ, ഇത് ഞങ്ങൾ ആകെ രണ്ടുപേരല്ലേ ഉള്ളായിരുന്നു. അപ്പം ചെറിയൊരു ചെമ്പല്ലി നേരത്തെ അതെല്ലാം കാണിച്ചതല്ലേ. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഓ, നല്ല ഫിഷ് ആകുമ്പോ ഇച്ചിരി കപ്പയുടെ കൂടെ ചെമ്പല്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്പൈസിയാണ് കേട്ടോ. ചെമ്പല്ലിയുടെ പുറത്തുള്ള മസാല നല്ല സ്പൈസിയാണ്. സ്പൈസിയാണെന്ന് മാത്രമല്ല അതിൻ്റെ ഒരു മുളക് പൊടിയുടെ ഒക്കെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ചില ഭാഗത്ത് ഒരു ഇത്തിരി ഉപ്പ് കൂടുതലാണോ എന്നൊരു സംശയം. പക്ഷെ അത്രയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കത് തോന്നിയതായിരിക്കും. ഇതിന്റെ ആംബിയൻസ് നിങ്ങൾ കണ്ടോ, ആ ബൾബൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. ശരിക്കും കട്ട വൈബ് തോന്നുന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ സാൻസ് ബേയിലെ ഫുഡ് കഴിപ്പ് കഴിഞ്ഞു. അതിന്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയാമല്ലോ. ആ ചെമ്പല്ലി സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ലൈക്ക് ഇത് മുമ്പുള്ള നമ്മൾ കഴിച്ച ചെമ്പല്ലിയുടെ മസാല ആയിരുന്നില്ല. അത് കറക്റ്റ് എനിക്ക് വേണ്ട രീതിയിൽ തന്നെ അത് വന്നു. ആ ഒരു എരിവ്, സ്പൈസിനെസ് ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ബീഫ് റോസ്റ്റ്, പിന്നെ കൊഞ്ച് റോസ്റ്റ്. ബീഫ് റോസ്റ്റ് ഞാൻ ഒരു പീസ് എന്തോ കഴിച്ചുള്ളൂ, കുഴപ്പമില്ല. നമ്മുടെ നോർമൽ ടേസ്റ്റ് തന്നെ. കൊഞ്ച് റോസ്റ്റ് സൂപ്പർ ആയിരുന്നു കേട്ടോ. കാര്യം ചെറിയ കൊഞ്ച്, ഒരു വീട്ടിലെ കറി പോലുള്ള ടേസ്റ്റ് തന്നെ. എന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ ഇത്രയും കൊഞ്ച് പെട്ടെന്ന് വരത്തില്ല. ഇത്രയും കൊഞ്ച്
ഒരുമിച്ച് വരത്തില്ല, പക്ഷെ കുറച്ച് കൊഞ്ചല്ലേ ഉണ്ടാവുള്ളൂ നമ്മളെ വീട്ടിലെ കറികളിൽ. പക്ഷെ ഇത് നല്ല ഒരുപാട് കൊഞ്ചുണ്ടായിരുന്നു. പൊറോട്ട നല്ല ചൂടായിരുന്നു, എല്ലാം കിടിലമായിരുന്നു. ഞാൻ ഉറപ്പായിട്ടും ഈ റെസ്റ്റോറൻറ്റിനെ സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യണം. ഇവിടുന്ന് അഴീക്കൽ ബീച്ചിലേക്ക് കുറച്ച് ദൂരമേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.